ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ്. മോഹൻലാൽ പിന്മാറി. അഡ്ഹോക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. നിലവിൽ ബാബുരാജിനെതിരെ പീഡനാരോപണങ്ങളും കേസുകളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. 24 ബിഗ് ബ്രേക്കാണ് ഈ വാർത്ത. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായുണ്ട്. നിഖിൽ, വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു മോഹൻലാലിന് തുടരാൻ നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ അദ്ദേഹം അതിന് ഒരുക്കമല്ല എന്ന കർക്കശ നിലപാട് സ്വീകരിച്ചുവെന്നാണോ? തെരഞ്ഞെടുപ്പ് എപ്പോഴുണ്ടാകും? നിലവിലെ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും അനുജ, 24 ആണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ കൊടുമ്പിരി കൊണ്ട ചർച്ച എന്റെ പുറകിൽ കാണുന്ന ഈ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടക്കുമ്പോൾ അതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ആ യോഗത്തിന്റെ അകത്ത് നിന്ന്, ഈ യോഗം നടന്ന ഹാളിൽ നിന്ന് ലഭ്യമായി. അത് ഇപ്രകാരമായിരുന്നു: ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് പുതിയ ഭാരവാഹികൾ ആരൊക്കെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ആ സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് മോഹൻലാൽ സ്വീകരിച്ചു. ഈ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കാൻ പകുതി അംഗങ്ങൾ പോലുമില്ല. അതായത് 500-ൽ പരം ആളുകളുള്ള സംഘടനയിൽ പകുതി പോലും ആളുകൾ ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണയില്ലാതെ താൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കില്ല, തുടരില്ല എന്ന് മോഹൻലാൽ കട്ടായം പറഞ്ഞു. അദ്ദേഹത്തോട് നിരവധി തവണ ഇന്നിപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങളും, അതായത് ഈ അമ്മയിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ പേരും മോഹൻലാൽ തുടരണം, അദ്ദേഹം പ്രസിഡന്റായി തുടരണം, സംഘടന ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലമാണ് എന്ന് കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് പ്രസിഡന്റായി നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: തന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ താൻ പ്രസിഡന്റായി തുടരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മുഴുവൻ അംഗങ്ങളില്ല. മുഴുവൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3/4% അംഗങ്ങൾ പോലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു യോഗത്തിൽ എങ്ങനെയാണ് തനിക്ക് മുഴുവൻ പേരുടെയും പിന്തുണയില്ലാതെ പ്രസിഡന്റായി നിൽക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അദ്ദേഹം ഈ അഡ്ഹോക് കമ്മിറ്റിയോട് ചോദിച്ചു. ഇതിനുശേഷവും സീനിയർ അംഗങ്ങളടക്കം മോഹൻലാലിനോട് പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിൽക്കണം, ഈ സംഘടന മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ താങ്കൾ ഇതിന്റെ മുൻനിര പോരാളിയായി നിൽക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചു. പക്ഷേ അദ്ദേഹം അതിന് സന്നദ്ധനായില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമപരമായി നോക്കുമ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കാൻ ഇനി 3 മാസമുണ്ട്. ആ 3 മാസത്തിനുള്ളിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ അമ്മ എത്തിച്ചേർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പില്ലാതെ ഇത്തവണ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. അതായത് ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അമ്മയുടെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അവർ സമീപകാലത്ത് ഒരു കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു, കുടുംബ സംഗമം സംഘടിപ്പിച്ചിരുന്നു, അങ്ങനെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയിലാണ് ഈ പുതിയ ഭരണസമിതി എന്ന് പറയുമ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റിയിലുള്ള ആളുകളെ തന്നെ എക്സിക്യൂട്ടീവിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തിയത്. പ്രസിഡന്റായി മോഹൻലാൽ എത്തുക, അതിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരുപക്ഷെ ബാബുരാജോ അല്ലെങ്കിൽ ജഗദീഷോ വരിക എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. പക്ഷേ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കരുത് എന്നൊരു വിഭാഗം പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. സത്യത്തിൽ ഈ ജനറൽ സെക്രട്ടറി ട്രഷറർ സ്ഥാനത്തേക്കൊന്നും പോകാനുള്ള സാധ്യത പോലും ഉണ്ടായില്ല. ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന മോഹൻലാലിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളായിരുന്നു. പക്ഷേ ആ നീക്കങ്ങൾ പാളി. മോഹൻലാൽ അതിന് തയ്യാറായില്ല. താൻ പ്രസിഡന്റ് ആകണമെങ്കിൽ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണ വേണമെന്ന് അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ മുഴുവൻ അംഗങ്ങളും ഇന്നവിടെ പ്രസന്റ് അല്ലാത്തതിനാൽ, അതായത് രാവിലെ ഉണ്ടായിരുന്ന ആളുകൾ പോലും ഉച്ച കഴിഞ്ഞതോടുകൂടി, അതായത് ഭക്ഷണത്തിന്റെ ഇടവേള ഏതാണ്ട് 2 മണി കഴിഞ്ഞാണ് ഉണ്ടായത്. അത് കഴിഞ്ഞതോടുകൂടി ഭൂരിഭാഗം അംഗങ്ങളും ഈ ഹാള് വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടി മോഹൻലാൽ നിലപാടെടുത്തു. മുഴുവൻ പേരുടെയും അനുമതി ഇല്ലാതെ താൻ പ്രസിഡന്റായി നിൽക്കില്ല എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞതോടുകൂടിയാണ് അമ്മ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അമ്മയിൽ തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയാണ്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇന്ന് പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും അദ്ദേഹം തുടരണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ആ യോഗത്തിന് എത്തിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനവുമായി ബന്ധപ്പെട്ടും ചില ആശയക്കുഴപ്പങ്ങൾ, അവ്യക്തതകളൊക്കെ നിലനിന്നു. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, നടൻ രാജാ സാഹിബിൻ്റേത്. അത് കാണാം. നിയമപരമായി എങ്ങനെ നടത്തിക്കണോ എന്നുള്ള രീതി അനുസരിച്ച് ലാലേട്ടൻ തന്നെ തീരുമാനമെടുത്തു, അതിൻ്റെ മുൻകൈ എടുത്ത് ആ രീതിയിൽ തന്നെ ഈ 3 മാസത്തിനകം നമ്മൾ ഇലക്ഷനിലേക്ക് പോവുക. ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറാതിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ലാലേട്ടൻ തന്നെ വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾക്ക് കറക്റ്റ് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതെല്ലാം ആസ്വദിക്കുന്ന ആൾക്കാർ ഞാനുൾപ്പെടെയുള്ളവർ തന്നെയാണ്. 3 മാസത്തിനുള്ളിൽ അമ്മയിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇന്ന് കൈക്കൊണ്ട തീരുമാനം.